കഴിഞ്ഞ 2 ദിവസമായ ദുരൂഹതയെത്തിയ ഒരു കല്ലറിലെ 2 മൃതദേഹങ്ങളിൽ ചെറിയ ലിങ്കുകൾ വരുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ചില സംശയങ്ങളാണ്, ആ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു സംശയം, വിലങ്ങാട്ട് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹവുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്ന സംശയത്തിലേക്കാണ്. കോഴിക്കോട് വിലങ്ങാട് വായാട് സ്വദേശി സിജോസ്കറുടെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ബന്ധുക്കൾ വീണ്ടും രംഗത്ത് വരാൻ കാരണം കണ്ണൂർ വാണിയപ്പാറയിലെ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ്. ഈ മൃതദേഹം സിജോയുടേതാകാമെന്ന സംശയമാണ് കുടുംബം ഉയർത്തുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ബന്ധുക്കൾ നിവേദനം നൽകി. കോഴിക്കോട് സ്വദേശി സിജോ അച്ഛനുമായി തെറ്റിയാണ് ഭാര്യ വീടായ കരിക്കോട്ടക്കരയിലെത്തിയത്. കരിക്കോട്ടക്കരയിൽ എത്തി സിജോയെ കാണാതായ വർഷം തന്നെയാണ് ഈ പറയുന്ന കല്ലറിൽ മൃതദേഹം കണ്ടെത്തിയെന്ന സംശയം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബം പറയുന്നത്. ൽ പിതാവുമായി വാക്കുതർക്കമുണ്ടായി സിജോസ്കറിയ ഭാര്യയും മകനുമൊത്ത് ഭാര്യ വീടായ കണ്ണൂർ കരിങ്കോട്ടുകരി വാണിയമ്പാറയിലേക്ക് പോകുകയായിരുന്നു. തുടർന്ന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് 2020 വിലങ്ങാട്ടുള്ള ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ 3 വർഷം മുമ്പ് ഭാര്യ വീട്ടിൽ വാക്കേറ്റമുണ്ടായെന്നും കടയിലേക്ക് പോകുന്നതായി സിജോ പറഞ്ഞെന്നുമാണ് അറിയിച്ചത്. പിന്നീട് സിജോയെക്കുറിച്ച് വിവരം ലഭിച്ചില്ല എന്ന് ഭാര്യ വീട്ടുകാർ പറഞ്ഞതായും സിജോയുടെ ബന്ധുക്കൾ. അങ്ങനെ ഞങ്ങൾ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവനിങ്ങനെ ഒരു മദ്യപിക്കുമായിരുന്നു, അങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഒരു ദിവസം ഇവൻ ടൗണിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. വാണിയമ്പാറ ഉണ്ണീശോ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലെ പായിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടതായി വാർത്ത വന്നതോടെ കുടുംബത്തിന്റെ സംശയം. വാണിയപ്പാറത്തട്ട് എന്ന് പറയുന്ന ഉണ്ണീശോ പള്ളിയിൽ സെമിത്തേരിയിലാണ് ഇങ്ങനെ കാണപ്പെട്ടതെന്നും പായിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ മൃതദേഹം ഉള്ളതെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോലീസ് ഇടപെടുന്നതായിട്ടും ഒക്കെ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വലിയ സംശയം തോന്നി. ഈ പറഞ്ഞ എൻ്റെ ഈ കസിനായ ഈ സിജോ സ്കറിയ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ വാണിയപ്പാറയിൽ നിന്ന്. കല്ലറ തുറന്ന് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് സിജോയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ആ കല്ലറയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന് പറയുന്ന വർഷങ്ങൾ 2006 2015 സിജോയെ ഇതുപോലെ ഈ പറഞ്ഞ കോഴിക്കോട് നിന്ന് കരിക്കോട്ടക്കരയിലെത്തി കാണാതായതും 2015 ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സംശയമാണ്. ചിലപ്പോൾ സംശയങ്ങൾ മാത്രമാകാം, പക്ഷെ അത് ദൂരീകരിക്കേണ്ട അനിവാര്യത പോലീസിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.